നമ്മൾ ഈ സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ഈ പർച്ചേസ് ബില്ല് എന്ന സെക്ഷനിൽ പോവുക. പർച്ചേസ് ഇത് ക്ലിക്ക് ചെയ്യുക. പർച്ചേസ് ബില്ല് എൻട്രിങ് ആണ് സിമ്പിൾ. അപ്പോൾ അങ്ങനെ ഒരു ഫോം കിട്ടും. ഇവിടെ നിങ്ങൾ നമ്മൾ ആരുടെ അടുത്തു നിന്നാണോ പർച്ചേസ് ചെയ്യണം, ആരെ ബില്ലാണോ എൻ്റർ ചെയ്യണമെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 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 കസ്റ്റമർ എടുത്തു ഞാൻ. ഓക്കെ, ഒരു സപ്ലയറെ ഇവരെ ബില്ലാണ് എൻ്റർ ചെയ്യണത്. അപ്പോൾ ഇതിലാണ് സപ്ലൈസിൽ ഇതിൽ നിന്നാണ് സെലക്ട് ചെയ്യുക. വാറ്റ് നമ്പർ വെച്ചിട്ട് സെലക്ട് ചെയ്യുക, പേര് വെച്ച് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി പുതിയ സപ്ലയർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ന്യൂ സപ്ലയർ ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം ഇവിടെ. ഓക്കെ, അതിനുശേഷം ഇവിടെ സപ്ലയർ ബിൽ നമ്പർ കൊടുക്കുക. നമ്മുടെ പർച്ചേസ് ബില്ലിൻ്റെ അകത്ത് ആ നമ്പർ ഉണ്ടാവും, സപ്ലയർ ബിൽ നമ്പർ. പിന്നെ സപ്ലയർ ബില്ലിൻ്റെ ഡേറ്റ് ഇവിടെ കൊടുക്കുക. ഇനിയിപ്പോൾ ആസിറ്റീസ് ഇതേമാതിരി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഇതിൻ്റെ അകത്ത് ഈ ഐറ്റം കോഡ് എന്നുള്ള സ്ഥലത്ത് നമ്മൾ പി പ്രസ് ചെയ്യുക. അത് ഞാൻ പിന്നെ ഒരു പർച്ചേസ് ബില്ലിന് ഒരു കോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ വരും. ഇവിടെ ക്വാണ്ടിറ്റിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുക, യൂണിറ്റ് കോസ്റ്റ് എന്നുള്ള കൊടുത്ത് നമ്മുടെ ബില്ലിൻ്റെ ടോട്ടൽ എമൗണ്ട് വിത്തൗട്ട് വാറ്റ് ഞാൻ 100 റിയാലാണ് കൊടുക്കുന്നത് വിചാരിക്കുക. അപ്പോൾ 100 റിയാൽ, അപ്പോൾ വാറ്റ് അടക്കം 115 റിയാൽ വരും. ഇത്ര എങ്ങനെയാണ് എൻ്റർ ചെയ്യൽ. ഇത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്കിത് പോസ്റ്റ് എന്ന ബട്ടൺ ഉണ്ട് ഇവിടെ, ഇത് കൊടുക്കുക. പോസ്റ്റായി. ഇങ്ങനെയാണ് എൻ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു എമൗണ്ട് നമ്മുടെ വാറ്റിൻ്റെ റിപ്പോർട്ടിൽ എഫക്റ്റ് ചെയ്യും.